നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത് നന്നായല്ലേ? ഇത് നല്ല രസമുണ്ട്. എല്ലാരും ഒന്നിച്ചിങ്ങനെ ഒത്തുകൂടുന്നത് സന്തോഷമുള്ള കാര്യല്ലേ? ഏത് കാര്യവും നമ്മുടെ മനസ്സ് പോലെ രാജി. നല്ലതിനാണെന്ന് വിചാരിച്ചാൽ അത് നല്ലതിന് തന്നെ. പക്ഷെ അതിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് റോങ് ആവും. എന്ത് ദുരുദ്ദേശം? അതറിയില്ല, പൊതുവെ പറഞ്ഞതാ. ഇവിടെ പലരുടെയും മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാലോ. ഇപ്പം മഞ്ഞുകാലമല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോയി ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ആഘോഷിക്കാന്ന് പറയണം. അതാവുമ്പോ ആ തീയിൽ തന്നെ അവള് ചാടി ചത്തോളും. മാണെന്തിനാ തീയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്? അവള് തീ കയ്യ മഞ്ഞിന്റെ തണുപ്പടിച്ചിട്ടാവും. ആന്റി, ദേ നോക്ക്. അമ്മ കൈ പൊള്ളിയോ? സാരല്ല മഹിയേട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വാ, വേഗം ചെന്ന് തേൻ പുരട്ട, അല്ലെങ്കിൽ കൈ ഉമണച്ചു വരും. വാ. നീറ്റിൽ കുറവുണ്ടോ ഗംഗേ? ഉണ്ട് മഹിയേട്ടാ. മഹിയേട്ടനോട് മാളുവിന്റെ കാര്യം പറഞ്ഞാലോ? ഇനിയും പറയാതിരുന്നാ ശരിയാവില്ല. എങ്ങനെയെങ്കിലും മാളുവിനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. മഹിയേട്ടാ. എന്താ ഗംഗേ, നീ എന്തോ ആലോചനയിലാണല്ലോ. ഗംഗയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് മഹിയേട്ടാ, നമ്മുടെ മാളുവിന്റെ കാര്യ. മാളുവിന്റെ ദേഹത്ത് ഏതോ ദുരാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ഗംഗേ. അതെ മഹിയേട്ടാ, നമ്മുടെ മാളുവിനെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷിക്കണം. ഗംഗേ, നീ എന്തൊക്കെയാ പറയുന്നത്? മാളുവിന്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉടനെ ചെയ്യണം. ഗംഗയ്ക്ക് എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട്. അതാണ് അവളിങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് തനിയെ സംസാരിക്കുന്നതും. ശരിക്കും ഡോക്ടറെ കാണിക്കേണ്ടത് ഗംഗയാ. പക്ഷെ അത് പറഞ്ഞാ ഗംഗ വരില്ല. മഹിയേട്ടാ, മഹിയേട്ടനെന്താ മറുപടി ഒന്നും പറയാത്തെ? ഞാനൊരു കാര്യം ആലോചിച്ചിരുന്നു ഗംഗെ. നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോണം. മാളുവിനെയും കൂട്ടി വേണം പോവാൻ. എവിടെയാ മഹിയേട്ടാ? അത് ഞാൻ പറയാം. ഗംഗ മാളുവിനെ റെഡിയാക്കി സമയത്ത് ഇറങ്ങിയാൽ മതി. ശരി മഹിയേട്ടാ, ഞങ്ങൾ ഇറങ്ങാം. മാളുവിന്റെ ദേഹത്ത് ഒരു ദുരാത്മാവ് കേറിയിട്ടുണ്ട്. ആണോ? അത് കൊള്ളാലോ. എന്നിട്ട് ഗംഗ അതിനെ കണ്ടോ? ഞാൻ കണ്ടില്ല. അതിനെ കാണാൻ പറ്റില്ലല്ലോ. ആ അതെ, ശരിയാ. പക്ഷേ ഗംഗ ആരോടാ തനിയെ സംസാരിക്കുന്നത്? അത് ഞാൻ
അതല്ലല്ലോ നമുക്ക് പരിഹരിക്കേണ്ട പ്രശ്നം. മഹി പറഞ്ഞത് ശരിയാണ്. ഇതിപ്പോ വന്നത് നന്നായി. കൗൺസിലിംഗ് പോരാ, മെഡിസിൻ കഴിക്കണം. ചിലപ്പോ റിഗ്രേഷൻ തെറാപ്പി പോലെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നേക്കും. അത് 2 സെഷൻ കൂടി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. വേഗം എല്ലാരും ഒന്ന് വരണേ. ആ കുട്ടി അവിടെ ടെറസിന് മുകളിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു. വേഗം വരണേ പ്ലീസ്. മാളു തിരിച്ചു വാ മോളെ. മാളു, ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഡോക്ടർ. മോളെ, ഞാൻ പറയുന്ന കേക്ക്. ഇങ്ങ് വാ. മോക്ക് അങ്കിള് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. മഹിട, മാളിനോട് സംസാരിച്ചോണ്ട് നിൽക്കണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശരി മാളു, മാളു, അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് വീട്ടിൽ പോണ്ടേ? മോളെ, അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. ഏയ് മോളെ, വേണ്ട മോളെ, നമുക്ക് വീട്ടിൽ പോവാം. മോളെ, അച്ഛൻ പ്ലീസ്, അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. മോളെ, മോളെ പ്ലീസ്. മോളെ വേണ്ട, വേണ്ട മോളെ. മോളെ, മോളെ നീ അബദ്ധമൊന്നും കാണിക്കരുത് മോളെ. അച്ഛൻ പറയുന്നത് കേക്ക്. മോളെ, മോളെ, അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. മോളെ വേണ്ട, മോളെ, 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 നമുക്ക് വീട്ടിൽ പോവാം. മോളെ, അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. മോളെ, അച്ഛൻ പറയുന്നത് കേക്ക്. മാളു, മോളെ പിടിച്ചോ. മോളെ എവിടെ എടുത്തു? എന്നാ മോള് നിന്നോളൂ. ഗംഗ മാറിയിക്കൂ. നല്ല കുട്ടി. ഞാൻ മോളെ ഒന്ന് പരിശോധിക്കട്ടെ. സ്റ്റെത്ത് എവിടെ? ഇതെന്റെ കൈ നിൽക്കില്ല. മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ ഒന്നും ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.